Good morning, New York. നമ്മളിപ്പോൾ ന്യൂയോർക്കിലാണ്. ന്യൂയോർക്കിൽ ന്യൂജേഴ്സി എന്ന പ്രദേശത്താണ് നമ്മൾ താമസിക്കുന്നത്. ഇന്നലെ ഫിലാഡൽഫിയയിലെ സിറ്റി ടൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ ദീർഘദൂര യാത്ര കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് ഏകദേശം ഒരു 7 മണിയായ സമയത്താണ് ഇവിടെ എത്തിയതിന് ശേഷം നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോയി. അതിനുശേഷം ഇന്നിപ്പോൾ രാവിലെ ഏറ്റവും സുപ്രഭാതത്തിൽ 8 മണിയാണ് ഇപ്പോൾ ഇവിടുത്തെ സമയം. പക്ഷേ രാത്രിയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ആശങ്കയുണ്ട്. ഇന്ന് നമ്മൾ ഏറ്റവും ഡ്രീം ഡെസ്റ്റിനേഷനായ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, ഒരു രക്ഷയില്ല, അത് കാണുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണുക എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിലുള്ളൊരു ആഗ്രഹമാണ്. കാരണം അമേരിക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ആലോചിക്കുക, കൈ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന ആ ഒരു ശില്പം തന്നെയാണ്, ലിബർട്ടിയുടെ ശില്പം തന്നെയാണ്. അപ്പോൾ അത് കാണാൻ പോവുകയാണ് ഇന്നത്തെ ടാർഗറ്റ്. അതുപോലെ തന്നെ ന്യൂയോർക്കിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ടൈം സ്ക്വയർ, അത് കാണാം. നമ്മുടെ സ്പൈഡർമാൻ ഉൾപ്പെടെയുള്ള സിനിമകളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്ന ടൈം സ്ക്വയർ കാണുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. അപ്പോൾ ഇന്നത്തെ യാത്ര സക്സസ് ആവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൊളാവും. പിന്നെ ഇവിടുത്തെ മഴ നമ്മുടെ നാട്ടിലെ പോലെയല്ല, പെട്ടെന്ന് തന്നെ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ ഇന്നലെ താമസിച്ച ഹോട്ടലാണ് ഫെയർഫീൽഡ് ബൈ മാരിയറ്റിൻ്റെ ഹോട്ടലിലാണ് ഇന്നലെ താമസിച്ചത്. നല്ല അക്കോമഡേഷൻ ആയിരുന്നു, ഒരു കുഴപ്പമില്ല. കാരണം നമ്മൾ അമേരിക്കയിൽ വന്നിട്ട് ഏറ്റവും ഭംഗിയുള്ളൊരു അക്കോമഡേഷനും അതുപോലെ തന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ നിന്ന് തന്നെ മാത്രമാണ് കിട്ടിയത്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒന്നും കഥ പറയണ്ട, വളരെ അബദ്ധമാണ്. കാരണം ഇവിടെ മെയിനായിട്ട് എന്ന് പറയുന്നത് ഇവർക്ക് ബ്രെഡും അതുപോലെ തന്നെ സാൻഡ്വിച്ചസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. നേരെ ഓപ്പോസിറ്റ് തന്നെ മറ്റൊരു മാരിയറ്റിൻ്റെ സ്പ്രിംഗ് ഹിൽ സ്യൂട്ട്സ് ഉണ്ട്. രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നേരെ അടുത്ത് തന്നെ നമ്മൾ കാണുന്നത് ന്യൂയോർക്കിൻ്റെ ഒരു എയർപോർട്ടാണ്. നെവാർക്ക് എയർപോർട്ട് എന്നാണ് ഈ എയർപോർട്ടിൻ്റെ പേര്. ഈ എയർപോർട്ട് വളരെ ഫേമസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം ഉണ്ടായ സമയത്ത് അതിലേക്ക് ഇടിച്ച് കയറ്റാൻ വേണ്ടി ഒരു ഫ്ലൈറ്റ്, 4ാമത്തെ ഫ്ലൈറ്റ് ഇവിടെ നിന്നാണ് ടേക്ക് ഓഫ് ചെയ്തത്. അത് ലക്ഷ്യം കാണാതെ പെൻസിൽവാനിയയിലെ ഒരു പാടത്ത് ഇടിച്ചിറങ്ങുകയായിരുന്നു. അപ്പോൾ അത് ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നത് യുണൈറ്റഡ് എയർലൈൻസിൻ്റെ ആ ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നായിരുന്നു. അങ്ങനെ നമ്മൾ ന്യൂജേഴ്സി സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ന്യൂജേഴ്സി സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ അപ്പുറത്ത് കാണുന്ന ഭാഗമാണ് ന്യൂയോർക്കിൻ്റെ ഭാഗം, ന്യൂയോർക്ക് എന്ന സ്റ്റേറ്റിൻ്റെ ഭാഗം. മാൻഹാട്ടനാണ് നമ്മൾ ഈ നേരെ കാണുന്ന വലിയ കെട്ടിടങ്ങളൊക്കെ മാൻഹാട്ടൻ എന്ന ഐലൻഡിലാണുള്ളത്. 4 ഐലൻഡുകൾ ചേർന്നതാണ് ഈ ന്യൂയോർക്കിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അതിലൊരു ഐലൻഡാണ് മാൻഹാട്ടനാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ടൈം സ്ക്വയർ പോലുള്ള എല്ലാ കാര്യങ്ങളും മാൻഹാട്ടനിലാണ്. ഏറ്റവും വലിയൊരു ഐലൻഡ് എന്ന് പറയുന്നത് ഇതാണ്. ഏറ്റവും വലിയ ഐലൻഡ് മാത്രമല്ല, ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ കെട്ടിടങ്ങളും ഒക്കെ ഉള്ളത് ഈ ഒരു ഐലൻഡിലാണ്. വേൾഡ് ട്രേഡ് സെൻറ്റർ വന്നിട്ടുണ്ട്, അതാണ് ഏറ്റവും ഹൈറ്റുള്ള ബിൽഡിംഗ് ആയിട്ട് ഇപ്പോൾ ഉള്ളത്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അറ്റത്തൊരു ചെറിയ ഒരു ശൂലമൊക്കെ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കൂർത്തിട്ടുള്ള ഒരു ഭാഗമുള്ളത്, അതാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ. അവിടേക്ക് നമ്മളിന്ന് പോകുന്നുണ്ട്. അവിടെ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ കയറുന്നുമുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് നമുക്കൊരു ഫെറി കാണാം. ഈ ഫെറിയിൽ കയറിയിട്ട് നമ്മൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ പോവുകയാണ് ഇന്ന്. അതിന് മുന്നിലൂടെ ഒരു ബോട്ട് റൈഡ്, അതിനുശേഷം പറ്റുമെങ്കിൽ അതിൻ്റെ മുകളിലൊന്ന് കയറണം. എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. എന്തായാലും അവിടെ എത്തിയിട്ട് നോക്കാം. മുകളിൽ കയറണമെന്നുള്ളതാണ് ആഗ്രഹം. മനോഹരമായിട്ടുള്ള കൺസ്ട്രക്ഷൻ രീതികളൊക്കെയാണ്. ന്യൂജേഴ്സി എന്നുള്ളൊരു സംസ്ഥാനത്തിൻ്റെ ഒരു സ്റ്റേറ്റിൻ്റെ ഏറ്റവും എൻഡിലുള്ള ഒരു ഭാഗമാണിത്. ഇത് പഴയ അബാൻഡൺ ആയിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് ന്യൂജേഴ്സിയുടെ. പഴയ ട്രെയിനിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ കാണാം, ബോഗികളൊക്കെ കാണാം. നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു, ഇനി ബോട്ടിൽ കയറാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇത് പഴയ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. 2 ട്രെയിൻസ് എല്ലാം ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണത്. അത് ന്യൂജേഴ്സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നിരിക്കുക ഒരു കാലത്ത്. ലിബർട്ടി സ്റ്റേറ്റ് പാർക്ക് റെയിൽവേ സ്റ്റേഷൻ, അതാണ് ഇതിൻ്റെ പേര്. ട്രെയിനിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട് ഇവിടെ. ഒരു കാലത്ത് ഒരുപാട് ആളുകൾക്ക് ഗതാഗത മാർഗമായിരുന്ന റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പോൾ പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. 2 ഫെറീസ് എന്നൊരു ബോർഡ് ഇവിടെ കാണാം. നമ്മളിനി ഫെറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. $24 ഈ ടിക്കറ്റിന്. ഇതിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലും എല്ലീസ് ഐലൻഡിലും ഇറങ്ങാനുള്ള പെർമിഷനാണ് നമുക്കുള്ളത്. എല്ലീസ് ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് കാലഘട്ടങ്ങളിൽ കപ്പൽ ഗതാഗതം ഉണ്ടായിരുന്ന, അതായത് ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റൊന്നും ഇല്ലാത്തൊരു സമയത്ത് കപ്പൽ ഗതാഗതം മാത്രം ഉണ്ടായിരുന്ന സമയത്ത്
അവിടെ ഒരു എമിഗ്രേഷൻ പോയിൻ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ വരുന്ന കപ്പലുകൾ ഇവിടെ കയറാൻ യോഗ്യമാണോ, അവിടുത്തെ ആളുകൾക്ക് കയറാൻ പറ്റുമോ എന്നൊക്കെ എമിഗ്രേഷൻ ചെയ്യുന്നൊരു സ്ഥലമായിരുന്നു എല്ലീസ് ഐലൻഡ്. അപ്പോൾ അതും നമ്മൾ കാണുന്നുണ്ട്. അവിടെ കയറുന്നില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ ഒരു മ്യൂസിയം ഒക്കെ ഉള്ളൂ ഇപ്പോൾ നിലവിൽ. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്ത് ഒന്ന് നമ്മൾ കണ്ടിട്ട് പോകും. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു വ്യൂ ആണ് ഈ ഒരു ഭാഗത്ത്. മനോഹരമായിട്ടുള്ള വ്യൂ. അവിടെ നമ്മുടെ പോലീസിൻ്റെ കാറുകളൊക്കെ കാണാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പാർക്കിൻ്റെ പോലീസാണ്. തുളിപ്സ് വെറുതെ വിരിഞ്ഞ് കിടക്കുന്നു തുളിപ്സ്. നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ നമ്മൾ കാശ്മീർ വരെ പോകുന്നു. ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ പ്രത്യേകത തന്നെയായിരിക്കാം. തുളിപ്സ് പോലുള്ള പൂവുകളും അതുപോലെ മറ്റ് ചെടികളും അതേ വിഭാഗത്തിൽപ്പെട്ട മറ്റനേകം ചെടികളും ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ മറ്റൊരു ഭാഗം ലിബർട്ടി പാർക്ക് റെയിൽവേ സ്റ്റേഷൻ. ഒരുപാട് കിളികളെ നമുക്കിവിടെ കാണാം. രാവിലെ ഇര തേടി ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഗൂസാണെന്ന് തോന്നുന്നു, ഒരുപാടെണ്ണം ഉണ്ട്. അങ്ങനെ ഇവിടെയാണ് നമ്മുടെ ടിക്കറ്റിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങോട്ടുള്ള ഫെറി പുറപ്പെടുന്ന സ്ഥലമാണ് ഇത്. ഇവിടെ നിന്നാണ് നമ്മുടെ ഫെറി സ്റ്റാർട്ടാവുക. ഇവിടുന്ന് ഫെറി പിടിച്ചിട്ട് വേണം നമ്മൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടീന് ഐലൻഡിലേക്ക് പോകാൻ. ഇനി ഇവിടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റി സ്ക്രീനിങ് ഉണ്ട്. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പരിശോധിക്കപ്പെടും. അങ്ങനെ കഠിനമായിട്ടുള്ള സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല ടൈറ്റായിട്ടുള്ള സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. കാരണം ഇവർക്ക് അമേരിക്കൻസിന് എല്ലാവരെയും പേടിയാണ്. എല്ലാ സ്ഥലത്തും ചെക്കിങ്ങാണ്, രക്ഷയില്ല. നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. ശരിക്കും ഒരു എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒന്നൊരു മഴയും അതുപോലെ തന്നെ ക്ലൈമറ്റൊക്കെ ഒന്ന് ഡൗൺ ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു വ്യൂ കിട്ടുന്നില്ല. ചിത്രം വരച്ച് വെച്ച പോലെയാണ് നമുക്ക് മാൻഹാട്ടൻ കാണുന്നത്. മാൻഹാട്ടനിലേക്കാണ് നമ്മൾ പോകുന്നത്, അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ മാൻഹാട്ടൻ്റെ ഈ ഒരു വ്യൂ ഇവിടുന്ന് കാണുമ്പോൾ ഒരു രസമാണ്. ഏറ്റവും ഹൈറ്റുള്ള ബിൽഡിംഗ് ഒക്കെ മങ്ങിക്കിടക്കുകയാണ്. അതിൻ്റെ പകുതി വരെ മേഘം കിടക്കുകയാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു വ്യൂ ആണിത്. ലിബർട്ടി പാർക്ക് റെയിൽവേ സ്റ്റേഷൻ. വലിയൊരു ക്ലോക്കൊക്കെ ഉണ്ട്. ഇത് കൃത്യമായും പറയുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ അതേ രീതി തന്നെയാണ്. ബ്രിട്ടീഷുകാർ തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ അവരുടെ ലണ്ടനിലുള്ള അതേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെയൊക്കെ നിർമ്മാണം. അങ്ങനെ നമ്മൾ ബോട്ടിന് സമീപത്ത് എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം വലിയൊരു ബോട്ടാണ്. ഓക്കെ, നമ്മൾ ഈ ബോട്ടിനകത്തേക്ക് കയറി. അടിപൊളി ബോട്ടാണ്. ഇവിടെ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. ചെറിയ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ മോഡൽസൊക്കെ ഉണ്ട്. നമ്മളിതിൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറാനുള്ള പരിപാടിയിലാണ്. ഡെക്കിലാണ് ഏറ്റവും നല്ല വ്യൂ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഡെക്കിൽ അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്. നമ്മളിതിൻ്റെ ഡെക്കിലേക്ക് കയറുകയാണ്. വാവ്, ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സൂപ്പർ. ഇത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും മാൻഹാട്ടൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ലിബർട്ടി റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ പടവിലാണ് നിൽക്കുന്നത്. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു സ്വപ്നമാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണുക എന്നുള്ളതും അതിൻ്റെ കാര്യങ്ങൾ അനുഭവിക്കുക എന്നുള്ളതും. അപ്പോൾ അതിനായിട്ട് നമ്മൾ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഭാഗ്യം തന്നെയായിട്ട് കരുതുന്നു. അങ്ങനെ ഹഡ്സൺ നദിയുടെ കരയിൽ അല്ലെങ്കിൽ ഹഡ്സൺ നദിയിൽ ഒരു ബോട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് നമ്മൾ സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. നമുക്ക് ദൂരെ കാണാം നമ്മുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി നമുക്ക് കാണാം. ശരിക്കും ഇപ്പോൾ ഒരു ഗ്രീൻ കളറിലാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഉള്ളത്.
ഇതിൻ്റെ ശരിക്കുള്ള കളർ എന്ന് പറഞ്ഞാൽ കോപ്പറാണ്. കോപ്പറും ഓടും ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു സംഭവമാണ്. കോപ്പർ സ്വാഭാവികമായിട്ടും അതിൽ ക്ലാവ് പിടിച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു കളർ വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബോട്ട് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്, തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു ലിബർട്ടി പാർക്ക് റെയിൽവേ സ്റ്റേഷനെ പിന്നിലാക്കിക്കൊണ്ട്, ഡോക്കിനെയൊക്കെ പിന്നിലാക്കിക്കൊണ്ട് നമ്മുടെ ബോട്ട് കുതിച്ച് പായുകയാണ്. നല്ല സ്പീഡിലാണ് ഈ ബോട്ട് പോകുന്നത്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. വാവ്, സൂപ്പർ സ്പീഡ്. സഞ്ചാരികളൊക്കെ വളരെ കുറവാണ്. കാരണം നമ്മുടെ കുറച്ച് ഗ്രൂപ്പിലുള്ള കുറച്ച് പേര് മാത്രമേ ഈ ഒരു ബോട്ടിലുള്ളൂ. കാരണം ഒന്നാമത് പാൻഡമിക് സിറ്റുവേഷൻ വന്നതോടുകൂടിയും പിന്നെ ഇന്നത്തെ ക്ലൈമറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ടൊക്കെ ആയിരിക്കും ആളുകൾ കുറയുന്നത്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ റിവർ എന്ന് പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് ഇതൊരു അഴിമുഖമാണ്. കടലും ഒരു കായലുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഭാഗമാണ്. ഹഡ്സൺ റിവർ എന്നാണ് ഇതിൻ്റെ പേര്. ആദ്യമായിട്ട് ഈ ഒരു ബോട്ട് പോകുന്നത് എല്ലിസ് ഐലൻഡിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലിസ് ഐലൻഡ് മുന്നൊരു എമിഗ്രേഷനൊക്കെ ചെയ്തിരുന്ന ഒരു സ്ഥലമാണ്. കപ്പലുകൾ വരുന്ന വഴിയാണ്. അവിടെ ഒരുപാട് കപ്പലുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. കടലിൽ നിന്ന് നേരെ കപ്പലുകൾ ഇവിടെയാണ് എത്തിപ്പെടുക. മുൻപ് വിമാനമൊന്നും ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ കപ്പൽ ഗതാഗതമായിരുന്നു. അപ്പോൾ കപ്പൽ ഗതാഗത സമയത്ത് കപ്പൽ സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നത് ഈ ഒരു സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആയിരുന്നു. ഫ്രഞ്ച് ഗവൺമെൻറ് അമേരിക്കൻ സ്വാതന്ത്ര്യദിന സമയത്ത് അമേരിക്കയ്ക്ക് വേണ്ടി സംഭാവന ചെയ്തതാണ് ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി. അത് പൂർണ്ണമായും ഓടിലും അതുപോലെ തന്നെ ചെമ്പിലും തീർത്തതാണ്. കോപ്പറിലും ഓടിലും തീർത്തതാണ് ഈ ഒരു ശില്പം എന്ന് പറയുന്നത്. ഒരുപാട് പീസായിട്ടാണ് ഈ ഒരു ശില്പം അവിടുന്ന് കൊണ്ടുവന്നിരുന്നത്. പിന്നെ അത് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്താണ്, ജോയിൻ ചെയ്തതായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലിസ് ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. മുൻപത്തെ ഒരു എമിഗ്രേഷൻ സെൻറ്റർ ഒക്കെയാണ് എല്ലിസ് ഐലൻഡ് എന്ന് പറയുന്നത്. കടലിൽ നിന്ന് നേരിട്ട് ഈ ഒരു എല്ലിസ് ഐലൻഡിലേക്കാണ് ഷിപ്പുകളൊക്കെ എത്തിപ്പെട്ടിരുന്നത് മുൻപ്. ന്യൂയോർക്ക് എന്ന് പറയുന്നത് ശരിക്കും 2 വാക്കാണ്. പിന്നെ അത് കാലക്രമേണ അത് ഒറ്റ വാക്കായി മാറിയതാണ്. യോർക്ക് എന്ന് പറയുന്നതാണ് സ്ഥലം. അതായത് ബ്രിട്ടനിലുള്ള യോർക്ക് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ന്യൂ യോർക്ക്, അതാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബ്രിട്ടീഷുകാർ തന്നെയാണ് എല്ലാ സ്ഥലങ്ങൾക്കും പേരിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. ജേഴ്സി എന്ന് പറഞ്ഞ സ്ഥലം ബ്രിട്ടനിലുണ്ട്. അത് ഇവിടെ എത്തിയപ്പോൾ ന്യൂ ജേഴ്സി ആയി. അതുപോലെ ന്യൂ യോർക്കായി. അങ്ങനെയാണ് ഇവിടുത്തെ ഓരോരോ പേരുകളും വന്നിരിക്കുന്നത്. ഒരുപാട് ചരിത്രപരമായ കഥകൾ പറയാനുള്ള ഒരു ഐലൻഡ് തന്നെയാണ് ഈ എല്ലിസ് ഐലൻഡ് എന്ന് പറയുന്നത്. ഇവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെ നോക്കുക. ഇതൊക്കെ ഇപ്പോൾ ഒരു മ്യൂസിയം ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ദൂരെ കാണുന്നതാണ് പ്രസിദ്ധമായ ബ്രൂക്ലിൻ ബ്രിഡ്ജ്. നമ്മൾ ഒരുപാട് സിനിമകളിലും അതുപോലെ തന്നെ ബ്രൂക്ലിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ക്യാൻഡി വരെയുണ്ട്. ഒരു ബബിൾ ഗം വരെ ബ്രൂക്ലിൻ്റെ പേരിലുണ്ട്. ബോട്ടിനകത്ത് കവേർഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്നിട്ട് സ്വസ്ഥമായിട്ട് തണുപ്പ് കൊള്ളാതെ ഇരിക്കാനുള്ളൊരു സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വിശദീകരിക്കുന്ന ടിവിയും ടെലിവിഷൻസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. എല്ലിസ് ഐലൻഡിൻ്റെ ഒരു എൻട്രൻസ് ആണ് ഈ കാണുന്നത്. എല്ലാത്തിനും ഒരു പ്രതിമകളൊക്കെ ഫ്രഞ്ച് വിദ്യ പ്രകാരമുള്ള ശില്പകലാവിദ്യ പ്രകാരം, ഫ്രഞ്ച് ശില്പവിദ്യ പ്രകാരമുള്ള ശില്പങ്ങളൊക്കെ അതിൻ്റെ മുകളിലുണ്ട്. എല്ലാം ബ്രിട്ടീഷുകാരായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ അതേപടി തന്നെ നമുക്ക് ലണ്ടനിൽ പോയാലും കാണാൻ പറ്റുന്ന അതേ കൺസ്ട്രക്ഷൻ രീതികൾ തന്നെയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. അങ്ങനെ വീണ്ടും ഇവിടുന്ന് ബോട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്.
നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലേക്കാണ്. ആ ലിബർട്ടി ഐലൻഡിലേക്കാണ് ഇനി നമ്മുടെ ബോട്ട് പോകുന്നത്. വലിയ ഐലൻഡ് ഫെറീസൊക്കെ നമുക്ക് കാണാം. നല്ല തണുപ്പായിട്ടുണ്ട് ഇപ്പം. തണുപ്പും നല്ല തണുത്ത കാറ്റും. സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ഇത് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇതിന് മുകളിൽ നിന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് നിൽക്കുകയാണ്. വ്യക്തമായിട്ട് ചിത്രങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അപ്പർ ഡെക്കിൽ തന്നെ നിൽക്കുന്നതാണ് ബെറ്റർ. അങ്ങനെ എല്ലിസ് ഐലൻഡിനോട്, ചരിത്രപ്രധാനമായിട്ടുള്ള എല്ലിസ് ഐലൻഡിനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മുടെ ബോട്ട് ഇനി സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഐലൻഡിലേക്ക് പോവുകയാണ്. അവിടെ നമുക്ക് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്. ലിബർട്ടിയെ അടുത്തുനിന്ന് കാണാനുള്ള സൗകര്യമുണ്ട്. അതിമനോഹരമായിട്ടുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 93 മീറ്ററാണ് ഈ ഒരു ശില്പത്തിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ഹൈറ്റ്. 43 മീറ്ററോളമാണ് ഇതിൻ്റെ സ്വന്തമായിട്ടുള്ള ഹൈറ്റ്, ശില്പത്തിൻ്റെ മാത്രമുള്ള ഹൈറ്റ്. അങ്ങനെ ലിബർട്ടി ഐലൻഡിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായിട്ടുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടി നമ്മൾ സിനിമകളിലും അതുപോലെ തന്നെ സീരിയലുകളിലും സീരീസുകളിലും മാത്രം കണ്ടിട്ടുള്ള ഗെയിമുകളിലും, അതായത് GTA എന്നുള്ള ഗെയിമിൽ നമ്മൾ ലിബർട്ടി ഐലൻഡിലേക്ക് ബോട്ടിൽ വരുന്നതൊക്കെ ആയിട്ടുള്ള ഗെയിമുണ്ട്. അതിലൊക്കെ കളിച്ചതായിരുന്നു അന്ന് ഗെയിമിലൊക്കെ. അതിന്നിപ്പോൾ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഒരുപാട് അടക്കി പിടിച്ച് വെക്കാൻ പറ്റുന്ന അത്ര സന്തോഷമുണ്ട്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി നേരിട്ട് കണ്ടിരിക്കുകയാണ്. ഒരുപാട് പീസായിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ അറിയാം. കാരണം അത് പല പീസുകളായിട്ട് ഫ്രാൻസിൽ നിന്നും കൊണ്ടുവന്ന് ഇവിടെ നിന്ന് യോജിപ്പിക്കുകയായിരുന്നു. അതിന് മുകളിലൊരു ഒബ്സർവേറ്ററി ഉണ്ട്. ആ ദീപശിഖയിലല്ല, അതിൻ്റെ ഹെഡിലാണ് ഒബ്സർവേറ്ററി ഉള്ളത്. ആ ഒബ്സർവേറ്ററിയിൽ കയറാൻ ഇപ്പോൾ ഉള്ള സംവിധാനം ഇല്ല. അത് ക്ലോസ്ഡ് ആണ്. പാൻഡമിക് സിറ്റുവേഷൻ വന്ന സമയത്ത് അത് അടച്ചതാണ്. കോവിഡ് പരത്തിയ പ്രശ്നങ്ങളാണ് ഇതെല്ലാം. എന്നിട്ട് ഈ സമയത്ത് ഇവിടെ സന്ദർശിക്കാൻ പറ്റിയല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി. വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. നല്ല തണുപ്പാണ് കേട്ടോ, അന്തരീക്ഷം ഫുള്ള് നല്ല തണുപ്പാണ്. പക്ഷെ തണുപ്പൊന്നും അറിയുന്നില്ല. ആ ഒരു എക്സൈറ്റ്മെൻ്റ് കൊണ്ട് തീർച്ചയായും തണുപ്പൊന്നും ഒരു പ്രശ്നമില്ലാതെ തന്നെ അവിടെ നിൽക്കുകയാണ്. അടിപൊളി, വളരെ ആഗ്രഹിച്ചൊരു വ്യൂ ആണ് ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ചുറ്റും ഹെലികോപ്റ്ററുകളൊക്കെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ ദ്വീപിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ദ്വീപിലൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. അതിന് തൊട്ടടുത്ത് പോയിട്ട് ഒന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കാണണം. തൊട്ടടുത്ത് പോയാൽ ഇതിൻ്റെ ഈ ഒരു മനോഹരമായിട്ടുള്ള രൂപം ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കറക്റ്റായിട്ടുള്ള വ്യൂ. ഇതുപോലെ നമുക്ക് അതിനകത്തുനിന്ന് കാണാൻ പറ്റില്ല. അതിൻ്റെ ആ കിരീടം 13 മുള്ളുകളാണ് കിരീടത്തിലുള്ളത്. അന്നുണ്ടായിരുന്ന 13 കോളനികളാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്, തലയിലുള്ള മുള്ളുകൾ. ആ മുള്ളുകൾക്ക് അടിയിലാണ് നമ്മുടെ ഒബ്സർവേറ്ററി ഉള്ളത്. അങ്ങനെ നമ്മൾ ലിബർട്ടി ഐലൻഡിൽ കാല് കുത്താൻ പോവുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനുള്ള വെയിറ്റിങ്ങിലാണ്. അന്റാർട്ടിക്കയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക ജീവിയാണ്. അങ്ങനെ നമ്മൾ ലിബർട്ടി ഐലൻഡിലേക്ക് കയറാൻ പോവുകയാണ്. അമേരിക്കയുടെ ഒരു വലിയൊരു നാഷണൽ ഫ്ലാഗ് നമുക്ക് അവിടെ കാണാം. ഹായ്.